ഹായ്, വെൽക്കം ടു പാണ്ടക്കുട്ടൻ ടോക്സ്. പിന്നെ എല്ലാം തികഞ്ഞവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു കുറവുണ്ടാവും. ഈ കുറവിലേക്ക് നമ്മൾ അധികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം നമുക്കതില്ല, നമുക്കിതില്ല, മറ്റുള്ളവരെ നോക്ക്, അവർക്കുള്ളത് എനിക്കില്ല എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയും, അപകർഷതാബോധം. അതായത് നമുക്ക് എന്ത് കിട്ടിയാലും, നമുക്ക് എന്തുണ്ടെങ്കിലും ഉള്ളതിലേക്ക് ശ്രദ്ധിക്കാതെ ഇല്ലാത്തതിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിവുകളാകാം, സാമ്പത്തികമാകാം, അല്ലെങ്കിൽ നമുക്കുള്ള കാര്യങ്ങളെല്ലാത്തിലും നമ്മൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാണ്ടാവും. ഈ ഒരു പ്രശ്നം ചിലപ്പം നമ്മുടെ ജീവിതത്തെ തന്നെ ഒരുപാട് മാറ്റം മറിക്കും. കാരണം ഈ ആത്മവിശ്വാസക്കുറവിൽ ഏറ്റവും കൂടുതൽ നയിക്കുന്നത് അപകർഷതാബോധമാണ്. ഇൻഫീരിയർ ആണെന്ന് തോന്നി തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഒന്നിനൊരു ധൈര്യവും കോൺഫിഡൻസും ഇല്ലാണ്ടായി മാറും. ചില ആൾക്കാർക്ക് ഇത് ചെറുപ്പത്തിലേ ഉണ്ടാവുന്നതാണ്. അതായത് ചൈൽഡ്ഹുഡ് ട്രോമ സംഭവിക്കാറുണ്ട്. ചെറുപ്പത്തിലാരെങ്കിലും വല്ല കളിയാക്കിയതോ, ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈ ശരീരത്തിൻ്റെയൊക്കെ പേരിൽ എന്തെങ്കിലുമൊക്കെ പറയും. നീ അങ്ങനെയാണ്, നിൻ്റെ ഇത് അങ്ങനെയില്ല, നിൻ്റെ ശരിയല്ല, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഫിസിക്കൽ ഫീച്ചേഴ്സ് എടുത്ത് പറഞ്ഞിട്ട് ചിലവർ കളിയാക്കും. ഇങ്ങനെ കളിയാക്കി അതിൻ്റെ ഒരു ട്രോമ മനസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വളരുമ്പോഴൊക്കെ അവർ സ്വയം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, കമ്പയർ ചെയ്യും. അതാണ് മെയിനായിട്ട്. ഈ കമ്പാരിസണാണല്ലോ എല്ലാവിധ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്യാൻ തുടങ്ങും. ആ ആൾക്കുള്ളത് എനിക്കില്ലല്ലോ, ആ ആളെപ്പോലെ അല്ലല്ലോ ഞാൻ, എനിക്ക് അത്ര കഴിവില്ല. അത് ശരീരത്തിൻ്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് അങ്ങനെ പറയാം. ചിലവർക്ക് കഴിവിൻ്റെ പേരിലായിരിക്കും. എല്ലാവരെയും നോക്കുമ്പോൾ അവർക്കുള്ള കഴിവ് എനിക്കില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മളെക്കൊണ്ട് ഒന്നിനും ചെയ്യാൻ പറ്റുക, നമ്മൾ ഭയങ്കര സോഷ്യലി വിഡ്രോ ചെയ്യാൻ തുടങ്ങും, ഇങ്ങനെ മാറി മാറി നടക്കാൻ തുടങ്ങും. ആ ഒരു കോംപ്ലക്സ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം മനസ്സിലാക്കുക, എല്ലാം തികഞ്ഞവരായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല. എന്നെപ്പോലെ തന്നെ എനിക്ക് എന്തൊക്കെ കുറവുണ്ട്, അതുപോലെ മറ്റുള്ളവർക്കും എന്തെങ്കിലുമൊക്കെ കുറവുണ്ടാവും. അപ്പം ഞാൻ ആ കുറവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഒന്നിനും ഒരു കോൺഫിഡൻസ് വരാത്തത്. അതേസമയം എനിക്ക് എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ നന്മകളുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ഈ ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, അഭിനയിക്കുക, ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ സ്പോർട്സിൽ പങ്കെടുക്കുക, വാട്ടെവർ, ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും കഴിവുള്ളവരും, അതൊന്നും ചെയ്യാത്തവർ, കഴിവില്ലാത്തവർ നല്ല കേട്ടോ ഇതിൻ്റെ അർത്ഥം. നമുക്ക് ജീവിതത്തിൽ ഇപ്പം ഞാൻ പറയാം, ഒരു മനുഷ്യൻ അവൻ്റെ റെസ്പോൺസിബിലിറ്റീസ് മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിവാണ്. അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി, ഒരു ദിവസം ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്, ആ വർക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു കഴിവാണ്. അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ അത് വല്ലാത്തൊരു കഴിവാണ്. അല്ലാണ്ട് ഈ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന പല കാര്യങ്ങളും വെച്ച് നമ്മളെ കമ്പയർ ചെയ്യേണ്ട. എല്ലാവർക്കും എല്ലാം ഒന്നും ഇല്ല. ഇപ്പം ഞാൻ പറയട്ടെ, പാട്ട് പാടാൻ കഴിവുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഡാൻസ് കളിക്കാൻ കഴിവ് കിട്ടണമെന്നുണ്ടാവില്ല. അപ്പോൾ അത് വെച്ചിട്ട് പാട്ട് പാടാൻ കഴിവുള്ള ആൾ നേരെ പോയിട്ട് കോംപ്ലക്സ് ഉണ്ടാക്കി എന്താ കാര്യമുള്ളത്? നമുക്ക് കിട്ടിയ കഴിവിൽ മാക്സിമം വളരുക, അല്ലേ? അതല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ തകർക്കാനുള്ള ഏറ്റവും വലിയ കഴിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ ചിന്തിക്കുക, എല്ലാവർക്കും എന്തെങ്കിലും കഴിവുണ്ടാവും. ഓക്കെ, നമ്മൾ ചെയ്യുന്നതെല്ലാം നന്നായിട്ട് ചെയ്താൽ മതി. ബാക്കിയുള്ളവരുടെ കഴിവുകളിൽ നമ്മുടെ കഴിവിനെ കമ്പയർ ചെയ്ത് ജീവിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തത്, നിങ്ങളുടെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടാവും എന്തെങ്കിലും പറഞ്ഞിട്ട്, അതിൻ്റെ പേരിൽ നമ്മളത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട. ചിലപ്പോൾ അത് ഉള്ളിലിങ്ങനെ ഒരു മുറിവായിട്ട് കിടപ്പുണ്ടാവും. അതാദ്യം മാറ്റുക. പഴയത് പോയി, എനിക്ക് എന്നിലൊരു കോൺഫിഡൻസ് ഉണ്ട് എന്ന് വിചാരിച്ചാൽ തീരുന്ന കേസേ ഉള്ളൂ. പിന്നെ ഈ കാര്യത്തിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആത്മവിശ്വാസം ബൂസ്റ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്യുക. അതായത് എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് ഈ കഴിവുണ്ട്. പിന്നെ എപ്പോഴും എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്യുക. ബാക്കി എന്തോ ആയിക്കോട്ടെ. നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടില്ലേ, ഫോക്കസ് ഓൺ പ്രോസസ് നോട്ട് ദ റിസൾട്ട് എന്ന് പറയില്ലേ? നമ്മൾ ചെയ്യുന്നത് പരമാവധി ചെയ്യുക, റിസൾട്ട് വാട്ടവർ എന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ കോംപ്ലക്സ് വരാതിരിക്കാനും അത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോകാനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആരെങ്കിലും എന്തെങ്കിലും നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ അത് കേട്ടിട്ട് ജസ്റ്റ് ലീവ് ചെയ്യുക, മറന്നു കളയുക. എങ്ങനെയാണെന്നറിയോ? എന്നെക്കുറിച്ച് പറയാൻ മാത്രം അവരാരാ? ഇനി ആരെങ്കിലും ആയിക്കോട്ടെ, അവർ എന്തെങ്കിലും ആയിക്കോട്ടെ, അവർക്കും ഇല്ല എന്തെങ്കിലുമൊക്കെ കുറവ്. ഇനി എൻ്റെ കയ്യിൽ മിസ്റ്റേക്ക് ആണെങ്കിൽ അത് ഓക്കെ, നമുക്ക് തിരുത്താം. അതേസമയം വെറുതെ നമ്മളിങ്ങനെ കമ്പയർ ചെയ്തിട്ട് നിനക്ക് അതില്ല നിന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും തലേ കയറ്റാൻ നിൽക്കണ്ട. ജസ്റ്റ് കേൾക്കുക, വിടുക. ഓക്കെ, അത് നമ്മുടെ മൈൻഡിലോട്ട് കൊണ്ടുവരണ്ട. അവരും നമ്മളെപ്പോലൊക്കെ തന്നെയാണ്, അങ്ങനെ ചിന്തിച്ചാൽ മതി. പിന്നെ എപ്പോഴും നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, പിന്നെ എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ പറയാം, നിന്നെക്കൊണ്ട് പറ്റും, നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും, നിന്നെക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ കോംപ്ലക്സ് നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആരും ഇനി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിട്ട് ജീവിക്കാൻ നിൽക്കണ്ട. നമ്മളെല്ലാവരും വർത്താണ്. ആരും വെറുതെ ഭൂമിയിലേക്ക് വരുന്നില്ല. എല്ലാവർക്കും എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും. നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങളെക്കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് വേറൊരാൾക്ക് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന പോലെ ആവില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഒരു ക്വാളിറ്റിയാണ് എന്ത്? നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ ക്യാരക്ടറും. അത് കളയുന്ന രീതിയിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം ചിന്തിച്ച് കൂട്ടിയിട്ടോ ഇങ്ങനൊരു കോംപ്ലക്സ് ഉണ്ടാക്കാൻ നിൽക്കരുത്. ഓക്കെ, നമ്മൾ
അങ്ങനെ ചിന്തിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്വയം ഇല്ലാണ്ടാവും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, ഹാപ്പി